ഞാൻ ഈ ഒരുങ്ങി കെട്ടി നിൽക്കുന്നത് ഒരു വീക്കെൻഡ് ഷോപ്പിങ്ങിന് പോകാനാട്ടോ. അപ്പോൾ നമ്മൾ എവിടെ എങ്ങനെ ഒരുങ്ങിയാലും ഒരു കല്യാണത്തിന് പോകുന്ന ലുക്കിലേ വരുള്ളൂ. എന്ത് ചെയ്യാനാ? അങ്ങനെ നമ്മൾ വണ്ടിക്ക് ഇന്ധനം നൽകാൻ പോയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നടു റോട്ടിൽ നിർത്തി അപമാനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷെഫിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ ഒരു മുതുക്കി മാവ് ഞാൻ കണ്ടത്. അങ്ങനെ അവൻ അവിടെ വന്നിറങ്ങിയിട്ടുണ്ട് കേട്ടോ. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ കുട്ടിക്ക് മാത്രമുള്ള സ്കൂൾ, അനിയനില്ല കേട്ടോ. അപ്പം അങ്ങനെ അവൻ കയറിയിട്ടുണ്ട്. അവൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ വന്നുകൂടെയെന്നോ എന്നുള്ളതാണ്. കാരണം അവനക്ക് ഇന്ന് സ്കൂളിൽ പോകാൻ തീരെ താല്പര്യമില്ല. അനിയന് സ്കൂളില്ലല്ലോ, പ്രത്യേകം അതാണ് ഒരു കാരണം. അങ്ങനെ ലൈഫ് ഹൈപ്പർ മാർക്കറ്റ് കേട്ട പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു റൊണാൾഡോ ഫാനാണ്. അപ്പോൾ പിന്നെ അവൻ്റെ തുള്ളിച്ചാട്ടം എല്ലായിടത്തും ഉണ്ടാവും. അങ്ങനെ വേൾഡ് കപ്പ് പ്രമാണിച്ച് ഇവിടെയും നല്ല ഓഫർ ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ എല്ലാ വീക്കെൻഡും ഇവിടെ തന്നെ വന്ന് പർച്ചേസ് ചെയ്യാറ് കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ ഓഫർ നോക്കിയിട്ടൊന്നല്ല വന്നിട്ടുണ്ടായിരുന്നത്, ഇവിടെ വന്നപ്പോൾ കണ്ടതാണ്. അപ്പം ഞാൻ ഏറ്റവും നല്ലത് മാത്രം തപ്പി തിരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അത്ര നല്ലത് എടുക്കുമ്പോൾ എൻ്റെ കുട്ടികൾ എന്തായാലും അതിലേറെ നല്ലതല്ല ഒന്നും എടുക്കൂലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു അവിടെ വെച്ച് പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇട്ട് പോകുന്നു പറഞ്ഞു. അപ്പം അത് കണ്ട് പേടിച്ചിട്ടാ തോന്നുന്നു അല്ല, അതൊക്കെ അവിടെ വെച്ച് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ബില്ലിങ്ങിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഓരോരുത്തർ ഓരോ സാധനം കൊണ്ട് വീണ്ടും വരാൻ തുടങ്ങി. എനിക്കത് വേണം ഇത് വേണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒന്ന്, കുറേ ഒന്നും ഞാൻ മേടിച്ചിട്ടില്ല, ഏതെങ്കിലും ഒറ്റൊരു സാധനം മേടിച്ചു തരുള്ളൂ. അങ്ങനെ ബില്ലൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ബില്ല് കണ്ട് എൻ്റെ ചേട്ടൻ ബോധം കെടാതിരിക്കാൻ ഞാൻ കൂടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ മേടിച്ച് ഞങ്ങളിത് വണ്ടി കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഷെഫിൻ്റെ മുടി വെട്ടാണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മുടി വെട്ടാൻ കയറിയപ്പോൾ അവൻ്റെ മുഖത്ത് കൂടെ ഒക്കെ നിറയെ മുടി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെയുള്ള ആ ചേട്ടനോട് പറഞ്ഞു ഇതൊന്ന് തുടച്ചു തരും. അപ്പോൾ ഒരു കുഞ്ഞു കഷ്ണം പഞ്ഞിയും കൊണ്ട് വന്നിട്ടുണ്ട് തുടക്കണു, എവിടെയും പോയില്ല. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ പോന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അടുത്തുള്ളൊരു കുളമാണ് ഇട്ടത്. അതും കണ്ട് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് തിരിച്ച് പോന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഓക്കെ, ബായ്.